പ്രിയപ്പെട്ടവരെ, എടക്കൽ ഗുഹയിലേക്കുള്ള വഴിയാണിത്. മലകയറ്റവും മല കയറി ചെന്നാൽ കാണുന്ന കാഴ്ചകളും ഒരുപാട് ചരിത്രം തേടിയുള്ള ഒരു യാത്രയാണ് ഈ യാത്ര. പ്രിയപ്പെട്ടവരെ, കയറ്റം കുറച്ച് കഠിനമാണ്. പക്ഷേ ലക്ഷ്യം ചരിത്രമാണെങ്കിൽ ഈ കയറ്റമൊന്നും നമുക്ക് തടസ്സമാകില്ല. പാറക്കെട്ടുകൾ, അതിനിടയിലൂടെയുള്ള വഴികൾ, അതേ ചരിത്രത്തിൻ്റെ പടവുകൾ തേടിയുള്ള ഒരു യാത്ര. ഈ കാണുന്ന പാറക്കെട്ടിനിടയിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ചില ഭാഗങ്ങളിൽ കൂരിരുട്ടാവും, ചില ഭാഗങ്ങളിൽ പാറയുടെ ഇടയിലൂടെ വെളിച്ചം മെല്ലെ എത്തിനോക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ സാഹസികമായ യാത്രയിലൂടെ നമ്മുടെ കാൽപ്പാടുകൾ മുന്നോട്ട് പോകുന്നത് കാലപ്പഴക്കം ചെന്ന എടക്കൽ ഗുഹാ ചരിത്രത്തിലേക്കാണ്. ഏകദേശം 300 പടവുകൾ താണ്ടിയാൽ മാത്രമേ നമുക്ക് കല്ലിൽ കൊത്തിയ വിസ്മയം കാണാൻ കഴിയൂ. അതാണ് എടക്കൽ ഗുഹയുടെ സവിശേഷത. ഇത് വയനാട്ടിലെ അമ്പുകുത്തി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തു നിന്നും ഒരുപാട് സഞ്ചാരികളാണ് ദിവസവും ഇവിടെ വന്നു പോകുന്നത്. ചിലർ ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും, ചിലർ ചരിത്രം പഠിക്കുവാനും ചരിത്രം തൊട്ടറിയുവാനും വേണ്ടിയാണ് വരുന്നത്. കയറ്റം നല്ല പ്രയാസമാണെങ്കിലും മുകളിൽ നാം എത്തിച്ചേർന്നാൽ കാണുന്ന കാഴ്ച ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്, ഒരു പ്രത്യേക ലെവൽ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, മുകളിൽ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുക ചരിത്രവും പ്രകൃതിയും ഒന്നിക്കുന്ന എടക്കൽ ഗുഹയാണ്. ഈ വഴിയിൽ കാണുന്ന പാറകൾക്കും കല്ലുകൾക്കും സംസാരിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഒരുപാട് കഥകൾ, നമ്മൾ ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ നമ്മോട് പറയാനുണ്ടാകും. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ, എടക്കൽ ഗുഹയിലേക്കുള്ള വഴിയും ആ വഴിയിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന കാഴ്ചകളും മാത്രമാണ്. എത്രയോ കൊല്ലങ്ങൾക്ക്, 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു കൂട്ടം മനുഷ്യർ ജീവിച്ച ഒരു ഗുഹയാണിത്. അവർ നടന്നുപോയ പാറക്കെട്ടുകളാണിത്. സാർ, ഇതിൻ്റെ ചരിത്രം എന്താ? എടക്കൽ ഗുഹയുടെ എഴുതി വെച്ചിട്ടുണ്ടോ? പറഞ്ഞുതരോ? അതെ സാർ, ഞങ്ങൾ ചരിത്രം തേടിയുള്ള യാത്രയാണ്. കേരളത്തിൻ്റെ ചരിത്രം, എടക്കൽ ഗുഹയുടെ ചരിത്രം. ഈ കല്ലുകൾ, ഈ പടവുകൾ ചവിട്ടി ഞങ്ങൾ മുന്നോട്ട് നടക്കുക തന്നെയാണ്. ഈ സ്റ്റീലിൻ്റെ സ്റ്റെപ്പുകൾ കയറുമ്പോൾ കുരങ്ങന്മാർ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ട് പോകുന്നത് കാണാൻ കഴിയും. ചിലപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ തന്നെ അവർ പാസ് ചെയ്യും. നമ്മുടെ കയ്യിൽ വല്ല ഭക്ഷണ സാധനങ്ങളും ഉണ്ടെങ്കിൽ നാം അറിയാതെ അതെടുത്ത് പെട്ടെന്ന് പോയി കളയും. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ പോലുള്ള സാധനങ്ങൾ പോലും അവർ കൈവശപ്പെടുത്തും. അതുകൊണ്ട് അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ തന്നെ പിടിക്കണം. ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കയറാൻ കഴിയില്ല. കുത്തനെയുള്ള കയറ്റമായതിനാൽ കിതപ്പ് നല്ലവണ്ണം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഈ ഗുഹയ്ക്കിടയിലൂടെ നടക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ അങ്ങ് താഴെ
നമ്മുടെ പ്രിയപ്പെട്ട വയനാടിൻ്റെ ചില ഭാഗങ്ങൾ കാണാൻ കഴിയും. നല്ല വൃത്തിയോടെ കെട്ടിയുണ്ടാക്കിയ കൈവരികൾ പിടിപ്പിച്ച സ്റ്റീലിൻ്റെ സ്റ്റെപ്പുകൾ നമുക്ക് കാണാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ആ ഗുഹയിലേക്കുള്ള യാത്രയിൽ കാണുന്ന ചില പൊത്തുകളിലൂടെ പുറത്തേക്ക് നോക്കിയാൽ വയനാടിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഭാരമുള്ള ബാഗുകളുമായി ഈ മല കയറാൻ നാം പോകരുത്. നമുക്ക് ക്ഷീണം സംഭവിക്കും. തീർച്ചയായും നിങ്ങൾ ഓരോ 10 മിനിറ്റിലും ഇതുപോലുള്ള നല്ല കാഴ്ചകൾ കാണുന്ന സ്ഥലത്ത് വിശ്രമിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതല്ലെങ്കിൽ നാം കുഴഞ്ഞു വീഴും. മുകളിലേക്ക് എത്തുന്തോറും അതിവിശാലമായ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന വയനാടിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാൽമുട്ടുവേദനയോ ശ്വാസം മുട്ടോ ഉള്ളവരാണെങ്കിൽ പരമാവധി യാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നല്ല പോലെ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ വിശ്രമിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇടുങ്ങിയ പാറക്കെട്ടുകളിലൂടെയും പിടിപ്പിച്ച സ്റ്റീലിൻ്റെ സ്റ്റെപ്പുകളിലൂടെയും വേണം നമുക്ക് മുകളിലെത്താൻ. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എടക്കൽ ഗുഹയിലെ അല്ലെങ്കിൽ ഗുഹയിലേക്കുള്ള വഴിയും ആ ഗുഹാ കവാടത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകളും മാത്രമാണ്. ഇത് ഗുഹാ കവാടത്തിന് മുന്നിൽ നമുക്ക് വിശ്രമിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ചെന്നാൽ കാണുന്ന വയനാടിൻ്റെ ഭംഗിയാണ്. വയനാടെന്ന സുന്ദരിക്കുട്ടിയുടെ രൂപമാണ്, ഭാവമാണ് ഈ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഗുഹാ കവാടത്തിന് മുന്നിലുള്ള വ്യൂ പോയിന്റിലാണ് നാം ഉള്ളത്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഗുഹയും ഗുഹയിലെ ഉൾഭാഗങ്ങളും ഗുഹയുടെ ചരിത്രവുമായി അടുത്തൊരു വീഡിയോ ഇടുന്നുണ്ട്. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.